പാരീസ് ഒളിമ്പിക്സിൽ ഉറച്ച മെഡൽ പ്രതീക്ഷയിൽ നിന്ന് രാജ്യത്തിന്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ് വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ വിനേഷ് ഫോഗട്ടിനെ ഭാരം 100 ഗ്രാം കൂടിയെന്ന കാരണം പറഞ്ഞാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അയോഗ്യയാക്കിയിരിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് വിനേഷിന്റെ ഭാരത്തിൽ എങ്ങനെയാണ് ഈ മാറ്റമുണ്ടായതെന്നും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് കായിക പ്രേമികൾ ഉയർത്തുന്നത്. ഭാരക്കൂടുതൽ കണ്ടെത്തിയതിനാൽ ഒളിമ്പിക്സ് നിയമങ്ങൾ അനുസരിച്ച് വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡലിന് പോലും അർഹതയുണ്ടാകില്ല. ഇതോടെ 50 കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനലിലെത്തിയ അമേരിക്കയുടെ സാറ ഹിൽഡെബ്രാൻഡ് നേരിട്ട് സ്വർണം നേടും. ഈ വിഭാഗത്തിൽ വെള്ളി മെഡൽ ഉണ്ടാകില്ല. വിനേഷിനെ അയോഗ്യയാക്കിയത് ഏറെ വേദനിപ്പിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. വിനേഷ് ഇന്ത്യയുടെ അഭിമാനമെന്നും ശക്തമായി തിരിച്ചു വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തന്റെ നിരാശ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെന്നും എന്നാൽ എപ്പോഴത്തെയും പോലെ തിരിച്ചടികൾ മറികടന്ന് താങ്കൾ തിരിച്ചു വരുമെന്ന് തനിക്കറിയാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശക്തമായി തിരിച്ചു വരൂ, ഞങ്ങളെല്ലാം നിനക്കൊപ്പമുണ്ട് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ എക്സിൽ കുറിച്ച പോസ്റ്റ്. ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി പാരീസിലുള്ള ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷ PT ഉഷയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്ന് ആരാഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ട്. വിനേഷിന്റെ കാര്യത്തിൽ സാധ്യമായതെല്ലാം ചെയ്യണമെന്നും പ്രധാനമന്ത്രി PT ഉഷയോട് ആവശ്യപ്പെട്ടു. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം തന്നെ പ്രതീക്ഷിച്ച ആരാധകരെ ഞെട്ടിച്ചാണ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയായതായ പ്രഖ്യാപനം വന്നത്. മത്സര ദിവസമുള്ള പതിവ് ഭാരപരിശോധനയിൽ അനുവദനീയമായ ശരീരഭാരത്തിനേക്കാൾ 100 ഗ്രാം കൂടുതൽ ശരീരഭാരം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിനേഷിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഫൈനലിന് മുമ്പ് അയോഗ്യയാക്കിയത്. ഇന്ത്യയിലെ മുൻനിര കായിക താരങ്ങളൊക്കെ വിനേഷിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്.